ചോദിക്കാണ് ഡാൻസ് കളിക്കുന്നു അങ്ങനെ ഞാൻ കൊണ്ടുവന്നേക്കല്ലേ കാടൊക്കെ വെട്ടി തെളിച്ചിട്ട് കണ്ടോ ഇതുകൊണ്ടോ എന്താണെന്നൊരു കാലത്ത് കണ്ടോ പുള്ളി ജിമ്മിൽ പോകാതിരുന്ന പക്ഷെ ഞാൻ പറഞ്ഞു ജിമ്മിൽ പോകണ്ടെന്ന് ഇങ്ങനെ നടക്കുമല്ലേ നടന്നു വയറ് കുട്ടി കുറഞ്ഞ് എന്നതായിട്ട് എന്തായാലും ഡാൻസ് കളിക്കത്തേക്കാണ് കാരണം വെച്ചാൽ ഒരു ആങ്കറിന്റെ കൂടെ ഡാൻസ് കളിക്കുന്ന വലിയൊരു ആഗ്രഹമാണ് ജീവിതത്തിലെ ഏറ്റവും അവസാനമായ ഒരു ആഗ്രഹം എന്താണ് മന്റെ അവസാനത്തെ ആഗ്രഹം മുന്നോട്ട് കുഞ്ഞിക്കാലേ കുഞ്ഞിക്കാലല്ലേ അതിനെ പറ്റി പറഞ്ഞപ്പോഴാണ് മറ്റേ ഈ ഒരുപാട് പേരെ ഈ നമ്മളൊരു ഫാമിലിയിൽ നിന്ന് ഞാൻ മരിച്ചു പോയാലും എൻ്റെ ഒരു വീഡിയോ നോക്കാൻ ഒരാള് എന്ന് പറയുന്നത് ഈ പുള്ളിയല്ലല്ലോ. അപ്പൊ ഞാൻ കല്യാണം കഴിച്ചാൽ മാത്രമല്ലേ കുഞ്ഞിക്കാല് കാണാൻ പറ്റുള്ളൂ, തലമുറ ഉണ്ടാവുള്ളൂ. അപ്പൊ തലമുറ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഒരുപാട് പേര് ശ്രമിക്കുന്നുണ്ട്. ലാൽമോനങ്ങള് റോജകളൊക്കെ ശ്രമിക്കുന്നുണ്ട്, ലാൽമോനങ്ങള്. കാരണം അവരൊക്കെ കല്യാണം മുടക്കാനാണ് ശ്രമിക്കുന്നത്. കാരണം ഈ ഇപ്പൊ ചെറിയ പ്രായത്തിൽ എന്താ കെട്ടറിയുന്നത്. അതിപ്പോ ചെറിയ പ്രായമൊന്നുമല്ലല്ലോ. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് എപ്പോഴും ഭയങ്കര റേഞ്ചായിട്ടൊക്കെ പറയുന്നുണ്ട്. പക്ഷെ 18 വയസ്സുള്ള സ്ത്രീക്ക് 32 വയസ്സ് തന്നെ കെട്ടാം. ഓക്കെ, അപ്പോ അല്ല ഒരു കാര്യം ചോദിച്ചിട്ടെ, നിങ്ങൾ എന്താണ് ചൈനയിൽ എവിടെയും കണ്ട് പോകുന്ന പറഞ്ഞിട്ട് ഈ ബ്രൈറ്റ് പറയുന്നത് സത്യമാണോ? ബ്രൈറ്റ് അങ്ങനെ പറയുന്നതും പറയാം. പക്ഷെ ഞാൻ ഒരുപാട് നേപ്പാളിൽ പോയി കഴിഞ്ഞാൽ പെണ്ണ് കിട്ടുമെന്നൊക്കെയാണ് പറഞ്ഞത്. എന്താണെന്ന് എനിക്കറിയില്ല. നേപ്പാളിൽ പോകുന്നുണ്ട്, ഹൈദരാബാദിൽ പോകുന്നുണ്ട്, മുംബൈയിൽ പോകുന്നുണ്ട്. ഏത് സൈസിലും ഏത് വിഭാഗത്തിലുള്ള ഒരു മുള്ളാത്ത പണി കിട്ടും. മനസ്സിലായോ? ബ്രൈറ്റ് പറഞ്ഞേ ചേട്ടാ ഞങ്ങൾ എന്തായാലും അവിടെ പോവാ, അവിടെ നിന്ന് പെണ്ണെ കൊണ്ട് വരുള്ളൂ. സാഹചര്യമുള്ള പെണ്ണിനെ ഞാൻ കെട്ടും. സാഹചര്യമുള്ള പെണ്ണ് വെറുതെ അല്ലെങ്കിലും കുഴപ്പമില്ല. വെറുതെ അല്ലേ. അപ്പൊ എന്തായാലും കെട്ടാൻ തീരുമാനിച്ചു. 2 കളിപ്പിച്ചു. ജാതി മതം നോക്കും. പപ്പ എന്നാ പറഞ്ഞ? പപ്പ ഇതിനെ കുറിച്ച് എന്താ അഭിപ്രായം? പപ്പക്ക് വല്ല അഭിപ്രായമില്ല. കെട്ടിക്കഴിഞ്ഞാൽ വെട്ടു പരിയെന്ന് തോന്നണം. വെട്ടുന്നോ? കെട്ടിയിട്ടില്ല. അന്നേരം പപ്പ വെട്ടണ എന്തിനാ? കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ വന്നു കഴിഞ്ഞാൽ എന്റെ വീട്ടിലേക്ക് പുറത്തേക്കില്ലെന്ന് പറഞ്ഞു. അതന്നെ പുള്ളി എങ്ങനെ പറഞ്ഞു? അത് കുഴപ്പമില്ലല്ലോ. എനിക്കിപ്പോ സമ്പാദ്യം ഉണ്ടല്ലോ, ഡെയിലി 10K കിട്ടുന്നുണ്ട്. ചിലർ ചോദിക്കണല്ലോ പെരേരയ്ക്ക് ജോലിയില്ലല്ലോ എന്നാണല്ലോ പറഞ്ഞത്. ജോലി ഇല്ലെങ്കിൽ ഇപ്പോ നമ്മള് 2 സ്റ്റെപ്പ് അടിച്ചപ്പോ പണ്ട് ഒറ്റ പൈസ കിട്ടിയിട്ടില്ല. ചാക്കോസിന്റെ പടത്തിലാണെങ്കിലും ഷൈൻ്റെ പടത്തിലാണെങ്കിലും 2 സ്റ്റെപ്പ് അടിച്ചത്. പക്ഷെ വലിയ ഗുണമില്ല. പക്ഷെ പെരേര ഇപ്പൊ നമുക്ക് പെരേരയുടെ എന്തായാലും ഷിയാസ് കരീമിനെ സമ്മതിക്കണം. എനിക്ക് നോട്ടീസിന്റെ വിതരണമാണല്ലോ, നോട്ടീസ് ടൗണിൽ കൂടെ കടയിൽ കൊടുക്കണം. ഇപ്പൊ പെരേര ഒരു പുതിയ വർക്ക് പിടിച്ചു തന്നു. പെരേരയുടെ ഒരു സാറ് പറഞ്ഞു അല്ലേ, സാറിനോട് പറഞ്ഞു. ഞാൻ പറഞ്ഞിട്ടല്ല, താങ്കൾ വീഡിയോ ചെയ്തല്ല, നോട്ടീസ് വിതരണത്തിന്റെ. അപ്പൊ അങ്ങനെ കിട്ടിയത്. അപ്പൊ ചിലര് പറയും നോട്ടീസ് വിതരണം ഒക്കെ എളുപ്പമുള്ള പണിയല്ലേന്ന് വെച്ച് കമന്റ് വന്നു. ഒരു നോട്ടീസ് ഒരാൾക്ക് കൊടുക്കുമ്പോ പ്രതിമ പോലെ ആൾക്കാർ നിൽക്കണ നോട്ടീസ് കൊടുക്കുമ്പോ വാങ്ങൂല. ചേട്ടാ അത് പരസ്യം ഞങ്ങൾക്ക് വേണ്ടെന്ന് പറയും. ഈ അടുത്തൊരു വാർത്ത കേട്ടു, താങ്കളെ ബിഗ് ബോസ് വിളിക്കുന്നൊരു സൂചനയുണ്ട്. ഓ ഞാൻ പേടിച്ചു. താടിയും മുടിയെന്ന് വെട്ടണം. അല്ല ഞാൻ പേടിച്ച് വിറച്ചു. എന്നെ കാര്യം എന്ന് പറയും. ഇപ്പം വേറെ എന്തെങ്കിലാണോ പറഞ്ഞത്? ഒന്നും പറഞ്ഞതിനെ അനുഭവിച്ചോണ്ടിരിക്കുക. എന്നെ വീടിന് പാളിയില്ല എന്നല്ലേ? ഒന്നുമില്ലല്ല, ശരിയല്ലേ? ജനൽപ്പാളിയില്ല എന്ന് പറഞ്ഞാൽ ഒരു തെണ്ടി അത് വെച്ചോണ്ട് കമന്റ് ഇട്ടോണ്ടിരിക്കുക, ജനൽപ്പാളി വാങ്ങി വെക്കാൻ വേണ്ടി. പാളി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ലോക്ക് ചെയ്യണ സാധനം ഇല്ലല്ലോ എന്റെ വീട്ടില്. അപ്പുറത്തും അതിലുണ്ട്, സേഫ്റ്റി ഉണ്ട്. പക്ഷെ ജനലില് പാളി ഇല്ലാത്തോണ്ട് കൊതുക് കയറണല്ലേ. കള്ളന്മാരൊന്നും കയറത്തില്ല. പൂച്ചയും പട്ടിയുണ്ട്, അതാ വലിയ ശല്യം. പൂച്ചേനെ പേടി? പൂച്ചേനെ പേടി? ഞാനൊരു മൃഗസ്നേഹിയല്ല. വലിയൊരു തടിയും പൂച്ച വന്നപ്പോ നീ എന്തിനാ പേടിച്ചോടി? എനിക്ക് സ്നേഹമില്ലാത്തതുകൊണ്ട് എനിക്ക് മനസ്സിലായി തന്നെ മലപ്പുറം സ്നേഹിക്കാൻ പറ്റാറില്ല. ആണോ? പിന്നെ മൃഗങ്ങളെ സ്നേഹിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പറ്റത്തില്ല. ജീവിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല മൃഗങ്ങൾ, കാരണം എനിക്ക് ശല്യം ഉണ്ടാകാണ്ട് മൃഗശാലയിൽ ജീവിക്കാം. അല്ലാണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ ഒരു പട്ടീനെ പോലും മുളച്ച് വളർത്തില്ല.